ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഒരു പേപ്പർ വാൾ ഹാങ്ങിങ് റെഡിയാക്കാം. ഓക്കെ, പേപ്പർ വാൾ ഹാങ്ങിങ് റെഡിയാക്കാനായിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് കളർ പേപ്പേഴ്സ്, വുളൻ ത്രെഡ്, ഫെവിക്കോൾ, സിസേഴ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പേപ്പർ വാൾ ഹാങ്ങിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. A4 സൈസുള്ള പേപ്പർ എടുക്കുക. ഇനി കളർ പേപ്പർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് A4 തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, A4 സൈസ് പേപ്പർ കാണുന്നുണ്ടല്ലോ, ഇതിനിങ്ങനെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് ഫസ്റ്റ് ഒരെണ്ണം എടുക്കുക. ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് സെൻറ്റർ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിലുള്ള ഒരു മാർക്കിലൂടെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കിട്ടും, കണ്ടോ? അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും രണ്ട് കളർ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ടീച്ചർ യെല്ലോയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ റെഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അത് മാറ്റി വയ്ക്കാം. ഇതിനെ ഒരു ഗ്രീൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, അതിനെ ഞാൻ അപ്പ് ടു ഡൗൺ ഫോൾഡ് ചെയ്യാം. വെർട്ടിക്കൽ അല്ല, മേലെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സെൻറ്റർ ക്രീസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കട്ട് ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടത് സാധാരണ നമ്മൾ വിഷറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഹാൻഡ് ഫാനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടില്ലേ, അതേപോലെ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യാം. രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ടാണ് ടീച്ചർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിളായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. യെസ്, ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ച് ചെയ്തു. ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം അതുപോലെ റെഡിയാക്കി വെച്ചില്ലേ. ഇനി വീണ്ടും ഒരു പേപ്പറിന് അതേപോലെ തന്നെ കട്ട് ചെയ്ത് ഗ്രീൻ സെയിം കളർ കേട്ടോ, അതിന് ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ഈ ചെയ്ത മെത്തേഡ്? യെസ്. ഇനി ചെയ്യുന്നത് കൂടി ശ്രദ്ധിക്കുക. ഇനി ഇതിൽ ഓരോ പേപ്പറായിട്ട്, നിങ്ങൾ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. സോ നമുക്ക് ഓരോ പേപ്പറായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു സെറ്റ് എടുക്കും, ഇങ്ങനെയുള്ള ഒരു സെറ്റ് എടുക്കുക. ഒരു സെറ്റ് എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു കോർണറിൽ, ഇപ്പോൾ ഇവിടെ, ഓക്കെ, ഇവിടെയായിട്ട് ടീച്ചർ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ കട്ട് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തു. ഇതേപോലെ വീണ്ടും കട്ട് ചെയ്യാം. ഒരു ഈക്വൽ ഗ്യാപ്പ് കൊടുത്ത് ട്രയാങ്കിൾ കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു. നോക്കൂ, ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കിയാൽ ഇതിലൊരു ഡിസൈനായിട്ട് വന്നു അല്ലേ? സൂപ്പർബായിട്ടില്ലേ ആ ഒരു ഡിസൈൻ? കാണുന്നുണ്ടോ? യെസ്, ഇതേപോലെ ഇത്രയും മതി. ഇനിയും കട്ട് ചെയ്യാനൊക്കെ പറ്റും, കുറേ കട്ടിങ്സൊക്കെ ഇതിൽ വരുത്താൻ പറ്റും. നിങ്ങൾ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് ഇത്രയും കട്ട് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് പേപ്പർ എടുക്കുക, അതും ഇതേപോലെ തന്നെ, അതും ഇതേപോലെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് മെഷർമെൻറ്റ് നോക്കാം, മാർക്ക് ചെയ്യുക. പെൻസിൽ കൊണ്ട് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ട് പിന്നെ ട്രയാങ്കിൾ കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ലെങ്ത് വൈസ് റെഡിയാക്കി വെച്ചിരിക്കുന്ന പേപ്പേഴ്സിനെയും ഇതേപോലെ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. സോ നമുക്ക് അതും ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് റെഡിയാക്കാം. പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം കട്ടിങ്സ് നിർബന്ധമല്ല, വേണമെങ്കിൽ കൊടുക്കാം, കട്ടിങ്സ് ഇല്ലാതെയും ചെയ്യാം. ഓക്കെ, റെഡ് നോക്കുക, റെഡിൽ കട്ടിങ്സ് ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അത് ശ്രദ്ധിക്കുക, ഈ പ്ലെയിൻ ആയിട്ട് ചെയ്തത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു സൈഡ് നമുക്കിങ്ങനെ ഫെവിക്കോൾ കൊടുത്ത് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഒരു സൈഡ് ഇപ്പോൾ ടീച്ചർ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതും അതും തമ്മിൽ ഇങ്ങനെ ചേർത്ത് സ്റ്റിക്ക് ചെയ്യാം, ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കൂടും. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ വലിപ്പം കൂടി കിട്ടും. ഇപ്പോൾ നമുക്ക് ഓരോ സൈസാണ് വേണ്ടത്. സോ ഗ്രീൻ ഇപ്പം ഞാൻ ടീച്ചർ വലുത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് ചെറുതായിട്ട് തന്നെ യെല്ലോയും റെഡും ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റെഡ് ഞാൻ ഇത്രയും ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യാൻ പോകും. ഒരു ചെറിയ പീസ് ഇതിൽ നിന്ന് നമുക്കൊരു ചെറിയ പീസും കിട്ടിയിട്ടുണ്ട്, ഒരു വലിയ പീസും കിട്ടി. ഓക്കെ, ഇനി ഇതിന് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു സൈഡ് മാത്രം ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. വീണ്ടും അപ്ലൈ ചെയ്ത് ഇതിനിങ്ങനെ റൗണ്ട് ചെയ്യും. ഓക്കെ,
ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ റൗണ്ട് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പ്ലീറ്റഡ് റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് ഒരു കാർഡ്ബോർഡോ നോട്ട്ബുക്കിൻ്റെ കവർ പേജൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും എടുക്കാം. അതല്ലെങ്കിൽ കളർ പേപ്പർ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ കളർ പേപ്പർ തന്നെ യൂസ് ചെയ്യാം. അതിൽ നിന്നൊരു റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഈ കട്ട് ചെയ്തതിന് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യും. ഓക്കെ, ഒരു സൈഡ് ഫെവിക്കോൾ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ അത് നല്ല പോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിർത്താൻ പറ്റും കേട്ടോ. ഈ റൗണ്ട് ഒട്ടിച്ചിരിക്കുന്നത് നമുക്ക് ബാക്ക് സൈഡാണ്. ഇതാണ് നമുക്ക് വരുന്ന ഫ്രണ്ട് പോർഷൻ. ഓക്കെ, ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരെണ്ണം ചെറുത് നമുക്ക് കിട്ടിയില്ലേ, ഇനിയിപ്പോൾ ഇതേ ടീച്ചറിന് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ സ്റ്റിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഗ്രീനിൻ്റെ വിട്ട് കൂടിയത് കൊണ്ട് തന്നെ ഗ്രീനിന് നീളം കുറവാണ്. അതുകൊണ്ടാണ് ഗ്രീൻ മാത്രം ഇങ്ങനെ 1 2 3 4 പീസസ് റെഡി ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഗ്രീൻ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇത് കണക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ കൂടെ ഒരു സെറ്റ് ഫ്ലീറ്റ് കൂടി ആഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചിങ്ങനെ കുറച്ച് കൊടുക്കും. ഓക്കെ, ലെങ്ത്ത് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. ഓക്കെ, ഇനി ഇതിനെ ടീച്ചർ ഇപ്പോൾ ഇതിനെ സ്റ്റിക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, ഇതിപ്പോൾ ടീച്ചറുടെ അത് കറക്റ്റാണ്, അതുകൊണ്ട് തന്നെ അത് സ്റ്റിക്ക് ചെയ്യാൻ പോവാം. നമ്മൾ 4 പേപ്പറാണ് എടുത്തിരുന്നത്. ആ 4 പേപ്പറിനെ കുറച്ചൊന്ന് ലെങ്ത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്തത്, അടുത്തൊരു കാര്യം, ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഒരു റൗണ്ട് കട്ട് ചെയ്ത് ഒട്ടിക്കാം. ഓക്കെ, അതുകൂടി സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിഫായിട്ട് നിന്നോളും. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ഒരെണ്ണം റെഡ്, അതെന്താ ഒരു യെല്ലോ ടീച്ചർ അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് താഴേക്കായിട്ട് കട്ടിങ്സ് ഒന്നും ഇല്ലാണ്ട്, അത് കട്ടിങ്സ് ഇല്ലാത്തതൊന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ, കട്ടിങ്സ് ഇല്ലാത്ത ഒരെണ്ണം ഏതാ കളറ് ചെയ്തിരിക്കുന്ന? യെസ്, റെഡ് കളർ. ഇങ്ങനെ 3 കളേഴ്സ് സെറ്റ് ചെയ്തെടുത്ത്. ഓക്കെ, നമുക്ക് ഈ ഒരു ത്രെഡ്, വുളൻ ത്രെഡ് ഇതിൻ്റെ ബാക്ക് സൈഡ്, ഓക്കെ, എല്ലാറ്റിൻ്റെയും ബാക്ക് സൈഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇതിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു കുഞ്ഞു പീസ് പേപ്പേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്യാം. ചെറിയൊരു പീസ് പേപ്പർ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ചെറിയ റെക്റ്റാങ്കിൾ പീസാണെങ്കിലും മതിയാവും. ഇതുണ്ട്, ഇതുപോലുള്ള കുഞ്ഞ് റെക്റ്റാങ്കിൾ പീസാണെങ്കിലും മതിയാവും. എന്താ ചെയ്യേണ്ടത്, ത്രെഡ് നമുക്ക് ആദ്യം ഇതിലേക്ക് കൊടുക്കുക, സ്റ്റിക്ക് ചെയ്തിടാം. അതിന് മേലേക്ക്, ഈ ത്രെഡിൻ്റെ മേലേക്കായിട്ട് ഒരു പേപ്പർ കൂടി വൃത്തിയായിരിക്കും. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് പീസ് ഇതിങ്ങനെ അടുപ്പിച്ചാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിച്ചൊട്ടിക്കാം. അതല്ല ഗ്യാപ്പ് വേണം, ത്രെഡിൻ്റെ ഗ്യാപ്പ് വേണം എന്നുണ്ടെങ്കിൽ ത്രെഡിൻ്റെ ഗ്യാപ്പ് കൊടുക്കുക. ഇപ്പോൾ ടീച്ചർ അടുപ്പിച്ച് തന്നെയാണ് ഒട്ടിക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ അടുപ്പിച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗത്ത് ആദ്യം വെച്ച് കൊടുക്കുക. നമുക്ക് നല്ലൊരു വാൾ ഹാങ്ങിങ് റെഡി ആയി. ഓക്കെ, ഇനി ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുത്ത് ത്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനിങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം.
ലൂപ്പ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതിനൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തോളാം. ഓക്കെ, അപ്പം നമുക്കത് മേലെ ലൂപ്പായിട്ട് കിട്ടും. ബാലൻസ് ത്രെഡ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പോൾ നല്ലൊരു വോൾ ഹാങ്ങിങ് റെഡി ആയില്ലേ. ഇനി ഇതിലേക്ക് കൂടുതൽ എത്ര വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ വേറെ കളർ പേപ്പർ റൗണ്ട് ആയിട്ടോ സ്റ്റാർ ഷേപ്പിലോ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ സെൻറ്ററിലായിട്ട് ഫ്ലവേഴ്സ് വെക്കാം. ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബീഡ്സോ സീക്വൻസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴേക്ക് ഹാങ് ചെയ്യാനായിട്ട് മുത്തുകളെ തൂക്കിയിടാം. എന്താണെങ്കിലും നമുക്കിതിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.